അഖില. സോ ഈ മാറ്റർ അറൗണ്ട് us pure എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതിന് രണ്ടിലുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഒരു ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ അതിന് എങ്ങനെ നമുക്ക് ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മക്കളെ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടിയെന്ന് വിചാരിക്കുക. ആ പേപ്പർ നമ്മൾ പീസ് ആക്കി മാറ്റാണ്. കുറെ പീസ് ആക്കി നമ്മൾ അതിനെ മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ അതിനെ 4 പീസസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇങ്ങനെ പീസ് ആക്കി മാറ്റിക്കഴിഞ്ഞാലും അതിനെ ഞാൻ കാണിച്ചിട്ട് ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയാണ് പറയാ, പേപ്പറിന് തന്നെയാണ് നമ്മൾ പറയാ അല്ലെ. ആ പേപ്പറിനെ ജസ്റ്റ് എന്ത് ചെയ്തു, അതിന്റെ സൈസ് നമ്മൾ മാറ്റി അല്ലെ, അതിന്റെ ലെങ്ത് ആണെങ്കിലും അതിന്റെ ബ്രെഡ്ത്ത് ആണെങ്കിലും അതേപോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അവിടെ എന്ത് ചെയ്തു, നമ്മൾ ചേഞ്ച് വരുത്തി. പക്ഷെ അപ്പോഴും അത് എന്ത് തന്നെയാണ്, സ്റ്റിൽ അത് പേപ്പർ തന്നെയാണ് അല്ലെ. അത് മാത്രമല്ല, ഈ 4 പീസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഫ്ലോറിൽ ഇങ്ങനെ നേരെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഷേപ്പ് ഒക്കെ നോക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെ, സൈഡൊക്കെ നോക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിലേക്ക് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ ഒട്ടിച്ച് ചേർക്കാന്നല്ല മിസ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും അല്ലെ, ആ പേപ്പറിനാണ് നമ്മൾ ഇങ്ങനെ പീസ് ആക്കിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ വേറെ വലിയ ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, അതിന്റെ ഷേപ്പും അതിന്റെ സൈസും ഒക്കെ നമ്മളൊന്ന് മാറ്റിയിട്ടേ ഉള്ളൂ അല്ലെ. ഇനി സെക്കൻഡ് അവിടെ മിസ് കൊടുത്തിട്ടുള്ളത് കുറെ ഈ ചോക്ക് പീസസ് ആണ് അല്ലെ. ഈ ചോക്കിനെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് അതിനെ ഞാൻ പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്ന് വിചാരിക്കാം. അപ്പോഴും നമുക്ക് പറയാം അത് എന്താണ്, ചോക്ക് പീസ് ഞാൻ എന്താക്കിയതാണ്, പൗഡേർഡ് ഫോമിലേക്ക് മാറ്റിയതാണ്. എഗെയിൻ ഞാൻ അതിനെ കുറച്ച് അതിനകത്ത് വാട്ടർ ഒക്കെ ആഡ് ചെയ്ത് അതിനൊരു പേസ്റ്റ് രൂപത്തിലാക്കി അതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഏകദേശം ഒരു ചോക്കിന്റെ ഷേപ്പിലേക്കൊക്കെ കൊണ്ടുവന്നു ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ് അല്ലെ, ഒന്ന് ഉണക്കി എടുക്കുകയാണ്. അപ്പോഴത് പിന്നെയും എന്ത് തന്നെ കാണിക്കും, ചോക്കിന്റെ പ്രോപ്പർട്ടീസ് തന്നെ കാണിക്കും അല്ലെ. അതായത് നമ്മൾ ഇവിടെ എന്താണ് ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്, സ്റ്റിൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോഴും എന്ത് തന്നെയാണ്, ഫസ്റ്റ് നമ്മൾ എന്താണോ എടുത്തിട്ടുള്ളത് അതേ ആള് തന്നെയാണ് അല്ലെ. സോ നമുക്ക് പറയാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമാണ് ഇവിടെയൊക്കെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചേഞ്ചസിലൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയേ, ഇത് നമ്മളുടെ ഐസ് ആണ് അല്ലെ. ഐസ് എന്ന് പറയുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഈ ഐസ് നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, നമ്മളുടെ വാട്ടറിന്റെ ലിക്വിഡ് ഫോം ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. എഗെയിൻ ഈ വാട്ടർ ഞാൻ എന്ത് ചെയ്യാണ്, ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ്. എനിക്കപ്പോ എന്ത് തന്നെ കിട്ടും, ആ വാട്ടർ എഗെയിൻ ഐസ് ആയിട്ട് മാറും അല്ലെ. അതായത് സോളിഡ് ഫോമിലേക്ക് മാറും. അതായത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കുള്ള ഒരു ചേഞ്ച്, അതേപോലെ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കുള്ള ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മളുടെ വാട്ടർ ആണ് അല്ലെ. വാട്ടർ അല്ലെങ്കിൽ H2O എന്ന് പറയുന്ന ആള് തന്നെയാണ് ഇവിടെയും ഒക്കെ എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറെന്റ് സ്റ്റേറ്റിലാണെന്ന് മാത്രം. അപ്പൊ ആ സ്റ്റേറ്റ് ആണ്, ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ എന്താണ്, റിവേഴ്സിബിൾ ആണ് അല്ലെ. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ചേഞ്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, കുറച്ച് വാട്ടർ എടുത്ത് നമ്മൾ ബോയിൽ ചെയ്യിക്കുകയാണ്. ആ വാട്ടർ എന്താവും, അതിനകത്തുള്ള കുറച്ച് മോളിക്യൂൾസ് ഒക്കെ എന്താവും, വേപ്പറൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലെ. അതായത് അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. നമുക്കറിയുന്ന കാര്യമാണ്, വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ഇതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഒരു അടപ്പ് വെച്ച് ഒരു ലിഡ് വെച്ച് എന്ത് ചെയ്യുന്നു, ഈ ഒരു പാത്രം നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. തണുത്തതിന് ശേഷം ആ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിറയെ നമുക്ക് എന്ത് കാണാൻ പറ്റും, വാട്ടർ ഡ്രോപ്സ് നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞു വാട്ടർ ഡ്രോപ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ വാട്ടർ വേപ്പർ കൂൾ ചെയ്യിക്കുന്ന സമയത്ത് എന്തായിട്ട് മാറുകയാണ്, അതിന്റെ ലിക്വിഡ് ഫോമിലേക്ക് അല്ലെ, ലിക്വിഡ് ഫോമിലേക്ക് അത് മാറുകയാണ്. അതായത് ഇവിടെയും എന്ത് തന്നെയാണ് വന്നിട്ടുള്ളത്, ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു അല്ലെ. വാട്ടറിൽ നിന്നത് വാട്ടർ വേപ്പറിലേക്ക് പോവാ, ലിക്വിഡിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ്. എഗെയിൻ അത് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് ആവുകയാണ് അല്ലെ. അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് വരുന്നു, നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെയും നമുക്കറിയാം ഈ ആളെന്ന് പറയുന്നത് നമ്മുടെ H2O അല്ലെ, നമ്മുടെ വാട്ടറിന്റെ കെമിക്കൽ ഫോമിലല്ലേ H2O എന്ന് പറയുന്നത്. അപ്പൊ സെയിം ആളാണ്, പക്ഷെ അതിന്റെ സ്റ്റേറ്റിൽ എന്ത് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അവിടെയാണ് ഇത് ചേഞ്ച് കാണിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതുവരെ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു ടൈപ്പ് ചേഞ്ച് ആണ്, അതാണ് നമ്മളുടെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തുവാണ്. ചേഞ്ചസ് ഒക്കെ വിതൗട്ട് എ ചേഞ്ച് ഇൻ കമ്പോസിഷൻ ആൻഡ് നോ ചേഞ്ച് ഇൻ കെമിക്കൽ
nature of the substance is called physical change. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ കെമിക്കൽ നാച്ചർ, കെമിക്കലി ആ ഒരു സബ്സ്റ്റൻസിന് ഒരു കോമ്പോസിഷൻ ഒക്കെ ഉണ്ടാവും, അതിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ല, അതിലുള്ള പാർട്ടിക്കിൾസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, അതൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് വരാം, ചേഞ്ച് വരാം. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളിപ്പം ഒരു പേപ്പർ കട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, അതിന്റെ പീസാക്കി മാറ്റുന്നത് നമ്മൾ പറഞ്ഞു. ചോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ട്രീസ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത് അല്ലെ, നമ്മളുടെ ഐസ് മെൽറ്റ് ആവുന്നത്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഇതൊക്കെ ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെയൊക്കെ എന്താണ്, യെസ്, ഇതൊക്കെ റിവേഴ്സിബിൾ ചേഞ്ച് ആണെന്ന് നമുക്ക് ജനറലി പറയാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെയൊന്നും ഒരു ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയൊന്നും പുതുതായിട്ട് നമുക്ക് പറയാൻ, അവിടെ ഇല്ലാത്ത ഒരാൾ ഉണ്ടാവണം, അപ്പോഴല്ലേ നമ്മൾ ന്യൂ സബ്സ്റ്റൻസ് എന്ന് പറയാ അല്ലെ. പ്രൊഡക്റ്റിൽ ആരെങ്കിലും പുതുതായിട്ട് വേണ്ടേ, പുതുതായിട്ട് ആരുമില്ല. ഇവർ ഉള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ ഷേപ്പിലും അവരുടെ സൈസിലും അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിലും ഒക്കെ എന്ത് ചെയ്യാണ്, ചേഞ്ച് കാണിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിസിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്. ദാ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ പേപ്പർ മിസ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ പേപ്പർ എന്ത് ചെയ്യാണ്, ബേൺ ചെയ്യിക്കുകയാണ് അല്ലെ. അപ്പൊ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആഷ് ആണ് അല്ലെ. അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇത് പേപ്പറിന്റെ ആണെന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എൻറ്റയർലി എന്തായി, ഡിഫറെന്റ് ആയിട്ട് മാറി. നമ്മളെ പേപ്പറുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത അല്ലെ, ഒരു ബന്ധവും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബന്ധവും കാണിക്കാത്ത ആളായിരിക്കും ആര്, നമ്മളുടെ ആഷ് എന്ന് പറയുന്നത്. അപ്പൊ ബേണിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമല്ല ചേഞ്ച് ആവുന്നത്, അതിന്റെ സൈസോ അതിന്റെ ഷേപ്പോ മാത്രമല്ല ചേഞ്ച് ആവുന്നത് അല്ലെ, ആ സബ്സ്റ്റൻസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ആവുന്നു. അതായത് കെമിക്കലി അതിന് ചേഞ്ചസ് വരികയാണ്. അതൊരു പുതിയ ആളായിട്ട്, ഒരു ന്യൂ സബ്സ്റ്റൻസ് അല്ലെ, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാം അവിടെ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. സോ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് അത് എന്താവാം, അതൊരു കെമിക്കൽ റിയാക്ഷൻ ആവാം. അപ്പൊ നമുക്കറിയാം ബേണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻസ് നടന്നിട്ട് ഒരു ന്യൂ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കുക, റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ വിൻഡോസ് ആണെങ്കിലും അതുപോലെ അയേൺ കൊണ്ടുള്ള നമ്മുടെ ഗേറ്റ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നത് കാണാം, അതിനൊക്കെ കൊറോഷൻ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതായത് അവിടെ എന്താണ്, റസ്റ്റിംഗ് നടക്കുക. അപ്പൊ ഈ റസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയേൺ ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ എയറുമായിട്ടും അവിടെയുള്ള വാട്ടർ കണ്ടന്റുമായിട്ട് മോയ്സ്ചർ ആയിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അതിന്റെ ഓക്സൈഡുകളൊക്കെ അതിന്റെ സർഫസിൽ ഫോം ചെയ്യുക. അതായത് പുതിയ സബ്സ്റ്റൻസ് നമ്മളുടെ അയേണിന്റെ ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് പറയാം റസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താണ്, നമ്മൾ എപ്പോഴും വിചാരിക്കുക എന്താണ്, യെസ് അയേണിന്റെ റസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ് അല്ലെ. അപ്പൊ ഇനി കാണുന്ന സമയത്ത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഉണ്ടാവുക നമ്മളുടെ ഒബ്ജക്റ്റിന്റെ മുകളിൽ അതിന്റെ സർഫസിൽ എന്ത് ചെയ്യാണ്, പുതിയ ആളുകൾ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിസ് പറയുന്നത് അതെന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്, അവിടെ ന്യൂ പ്രോഡക്റ്റ് അല്ലെ, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, കെമിക്കൽ ചേഞ്ച് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. സോ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ബ്രിങ്സ് ചേഞ്ച് ഇൻ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് വി ഗെറ്റ് ന്യൂ സബ്സ്റ്റൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വി ഗെറ്റ് ന്യൂ സബ്സ്റ്റൻസ് അല്ലെ. അപ്പോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമല്ല അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യാണ്, ചേഞ്ച് വരുവാണ്. അതിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് യെസ് നമ്മൾ പറഞ്ഞു അല്ലെ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല ബേണിംഗ് ഓഫ് പേപ്പർ, അതുപോലെ ബേണിംഗ് ഓഫ് വുഡ്, റസ്റ്റിംഗ് ഓഫ് അയേൺ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ ഒരു കാൻഡിൽ ബേൺ ചെയ്യിക്കുകയാണ്. അപ്പൊ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. സോ അത് എന്താണ്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി നമുക്ക് കെമിക്കൽ ചേഞ്ചും ഉണ്ട്, നമുക്ക് ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്. ഫിസിക്കൽ ചേഞ്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്യുന്നുണ്ട്. സോ മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. കാരണം അവിടെ വാക്സ് മെൽറ്റ് ചെയ്ത് അതൊന്ന് കൂൾ ചെയ്യുന്ന സമയത്ത് എഗെയിൻ അത് എന്തായിട്ട് മാറും, നമ്മളുടെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അതായത് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. സോ മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്, ബേണിംഗ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ നമ്മുടെ കാൻഡിൽ ബേൺ ചെയ്യിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം
പറയണം അവിടെ ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫിസിക്കൽ ചേഞ്ചസിനെ പറ്റിയും കെമിക്കൽ ചേഞ്ചസിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് നോക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.